നമസ്കാരം, ഞാൻ ലിസ ലാലു, മലയാളത്തിൽ ഗവേഷണം ചെയ്യുന്നു. ഇന്ന് ജൂൺ 19 വായനാ ദിനം. ഈ വായനാ ദിനത്തിൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ കാലത്തിറങ്ങിയ ചില പുസ്തകങ്ങളാണ്. നിങ്ങൾ വായിച്ചിരിക്കേണ്ടതായിട്ടുള്ള ചില പുസ്തകങ്ങളെ ഞാൻ സൂചിപ്പിക്കട്ടെ. ഒന്ന്, വിനോയ് തോമസ് എഴുതിയ പുറ്റ് നോവലാണ്. വിനോയ് തോമസ് എഴുതിയിരിക്കുന്ന പുറ്റ് പെരുമ്പാടി എന്ന് പറഞ്ഞ പ്രദേശത്തെക്കുറിച്ചും അവിടുത്തെ നവീകരണ ഭവനത്തെക്കുറിച്ചുമുള്ള അതിൽ നിന്നുണ്ടായി വന്നിട്ടുള്ള നോവലാണിത്. മറ്റൊന്ന്, പി.വി. ഷാജികുമാറിൻ്റെ മരണവംശം. പി.വി. ഷാജികുമാറിൻ്റെ മരണവംശം. ആർ. രാജശ്രീ ടീച്ചറുടെ ആത്രേയകം. ഹരിത സാവിത്രി എഴുതിയ സിൻ 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഈ പുസ്തകത്തിനാണ്. തുർക്കി പശ്ചാത്തലമായിട്ട് വരുന്ന പുസ്തകമാണിത്. ഷീല ടോമി എഴുതിയ വല്ലി. ഷീല ടോമിയുടെ വല്ലി. പരിചയപ്പെടുത്താൻ ഒരുപാട് നോവലുകളും പുസ്തകങ്ങളും ചെറുകഥകളും ഒക്കെ ഉണ്ട്. എന്നാലും ഈ 5 പുസ്തകങ്ങളാണ് നോവലുകളിൽ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി, അതായത് നിങ്ങൾക്ക് ഞാൻ വായിക്കണമെന്നുള്ള രീതിയിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ തന്നെ ആത്രേയകം ആർ. രാജശ്രീ ടീച്ചറുടെ ആത്രേയകം, അത് നിരമിത്രൻ്റെ കഥയാണ്. നമ്മൾ ശിഖണ്ഡി എന്ന രീതിയിൽ മഹാഭാരതത്തിൽ കാണുന്ന നിരമിത്രൻ്റെ കഥ വളരെ മനോഹരമായിട്ട് ഈ ഒരു നോവലിൽ എഴുതുന്നു. അതിൻ്റെ അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വിവാഹ ഘോഷയാത്ര കാമ്പില്യത്തെ സമീപിച്ചു കൊണ്ടിരുന്നു. അതെത്തുന്നതും കാത്ത് അക്ഷമരായിരുന്ന പടയാളികൾ ചാടിപ്പിടഞ്ഞെഴുന്നേറ്റു. ഹിരണ്യവർമാവും സേനാനായകനും ജാഗരൂകരായെങ്കിലും പുറത്തേക്കിറങ്ങിയില്ല. വിവാഹത്തിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങൾ നടക്കുന്ന ദശാർണത്തിൽ നിന്ന് എന്ത് അത്യാവശ്യത്തിനായാലും കാമ്പില്യത്തിൽ വന്ന് മെനക്കെട്ടതിൻ്റെ അസ്വസ്ഥത ഹിരണ്യവർമാവ് മറച്ചുവെച്ചില്ല. ദശാർണത്തിലേക്ക് 2 പകൽ ദൂരമുണ്ട്. അപ്പം ആത്രേയകം എന്നത് ആ പേര് പോലെ തന്നെ നമുക്ക് ഒരു സ്പെഷ്യലാണ്. ആത്രേയകം എന്ന് പറഞ്ഞ നോവല് വളരെയധികം, ഇപ്പം കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം എഴുതിയ രാജശ്രീ ടീച്ചറുടെ 2ാമത്തെ പുസ്തകമാണ് ആത്രേയകം. അപ്പം ആ ഒരു നോവലിൻ്റെ പ്രത്യേകത ഒരു വനം, അതായത് നമ്മുടെ മെഡിസിൻ, ആരോഗ്യത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ രോഗചികിത്സയ്ക്കായിട്ട് ഹസ്തിനപുരിയിൽ നിന്നും അതുപോലെ പാണ്ഡവരുടെയും അവിടെ മറ്റുള്ളവങ്ങളിൽ നിന്നെല്ലാം ചെല്ലുന്ന രോഗം നിർണ്ണയിക്കുകയും അതിന് ചികിത്സ കൊടുക്കുകയും ചെയ്യുന്ന ഒരു വനമാണ് ഈ ആത്രേയകം എന്നുള്ളത്. അപ്പോൾ മഹാഭാരതത്തെ ഉപജീവിച്ചു കൊണ്ട് വന്നിരിക്കുന്ന കൃതികൾ, ഇപ്പോൾ 2-ാം മൂഴമൊക്കെ ഉണ്ടായതുപോലെ, അല്ലെ കർണനുണ്ട്, അങ്ങനെയുള്ള പല കൃതികളും മഹാഭാരതത്തെ ഉപജീവിച്ച് വന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റാരും പറയാത്തൊരു കഥ പറഞ്ഞ ഒരു കൃതി കൂടിയാണ് ആത്രേയകം. അപ്പോൾ നിങ്ങളത് തീർച്ചയായിട്ടും വായിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കൃതി കൂടിയാണത്. മറ്റൊന്ന്, എല്ലാ നോവലും ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്നവ തന്നെയാണ്. വേറെ ഒന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വിചാരിക്കുന്നത് സിന്നാണ്. സിൻ എന്ന് പറഞ്ഞ നോവൽ ഹരിത സാവിത്രി എഴുതുന്നു. അപ്പോൾ പ്രവാസം എന്നത് സാധാരണയായിട്ട് പ്രവാസികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ കഥകൾ നമ്മൾക്ക് ഒരുപാട് എഴുത്തുകാർ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് മറ്റാരും എഴുതി കണ്ടിട്ടില്ലാത്തൊരു മേഖലയാണ്. ഇസ്താംബൂളും തുർക്കിയുമൊക്കെ വളരെ അവിടെ കുർദുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ അതെല്ലാം കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന നോവലാണ് ഈ ഒരു സിൻ എന്നുള്ള നോവൽ. ഇത് കഴിഞ്ഞിട്ട് കുർബാൻ എന്ന് പറഞ്ഞൊരു നോവലും ഹരിത സാവിത്രിയുടേതായിട്ട് വന്നിട്ടുണ്ട്. അതും ഇതേപോലെ പശ്ചാത്തലം, അതായത് തുർക്കി പശ്ചാത്തലമായിട്ടുള്ള നോവലാണ്. ഇതേ കുർദുകളുടെ ജീവിതം തന്നെയാണ് ആവിഷ്കരിക്കുന്നത്. മറ്റൊരു കഥാതന്തുവാണെന്ന് മാത്രം. യാത്രാവിവരണത്തിനുള്ള 2022 കേരള സാഹിത്യ അക്കാദമി ലഭിച്ച മുറിവേറ്റവരുടെ പാതകൾ എന്ന് പറഞ്ഞ പുസ്തകവും നിങ്ങൾ
അതും ഹരിത സാവിത്രിയുടേതാണ്. അതും നിങ്ങൾ മിസ് ചെയ്യാൻ പാടുള്ളതല്ല. ഇവിടെ കുർദുകളെ കൊല്ലുന്നതും അതുപോലെ അവരെ എങ്ങനെയാണ് കുറ്റവാളികളായി മാറ്റുന്നത്, അല്ലെ അവരെ എങ്ങനെയാണ് വംശഹത്യ ചെയ്യുന്നതെന്നുള്ളതും കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അടയാളപ്പെടുത്തുന്നുണ്ട് ഈ നോവൽ മാത്രമല്ല ഖുർബാനും ഇതുപോലെ തന്നെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഞാനിതൊരു ഭാഗം വായിക്കാം. ആകാശത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഇലവു മരത്തിൻ്റെ സൂചിത്തലപ്പിൽ നിന്ന് കായകൾ പൊട്ടിച്ചിതറി വീണു തുടങ്ങി. മേഘം അടർന്നു വീണതുപോലെ പഞ്ഞിത്തുണ്ടുകൾ താഴേക്ക് പറന്നു വന്നു. നിമിഷനേരത്തിനുള്ളിൽ ഒരു കരിമ്പടത്തേക്കാൾ കനത്തിൽ അത് സീതയെ പൊതിഞ്ഞു. ശ്വാസം മുട്ടിക്കുന്ന ആ ആവരണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി അവൾ കൈകൾ ആഞ്ഞു കുടഞ്ഞുകൊണ്ട് കുതറി. പഞ്ഞിയുടെ വെളുത്തു സുതാര്യമായ ശകലങ്ങൾ മൂളിപ്പറക്കുന്ന കാറ്റിൽ തലയ്ക്ക് മീതെ വീണ്ടും കുന്നുപോലെ പറന്നു കൂടിക്കൊണ്ടേയിരുന്നു. മൃദുവായ ആഴത്തിലേക്ക് ആരോ വലിച്ചെടുക്കുന്നത് പോലെ സീത പതിയെ മുങ്ങിത്താണു. ശ്വാസം മുട്ടുന്നു. കൈകാലുകൾ ആഞ്ഞടിച്ചുകൊണ്ട് അല്പം വായുവിനായി അവൾ തല നീട്ടിപ്പിടഞ്ഞു. പക്ഷേ പുറത്തു ചാടാൻ ശ്രമിക്കും തോറും തൂവലുകൾ കണക്കെ തലയ്ക്കു മീതെ പൊഴിഞ്ഞുകൂടിയ പഞ്ഞിക്കഷ്ണങ്ങൾ അവളെ അടിത്തട്ട് കാണാനാവാത്ത അഗാധതയിലേക്ക് അമർത്തിയാഴ്ത്തി. ഇങ്ങനെയാണ് സീൻ എന്ന് പറഞ്ഞ നോവലിലെ സൂർ എന്ന് പറഞ്ഞ 1-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു പോകുന്നവരാണെങ്കിൽ, അതായത് മലയാള സാഹിത്യത്തെ വായിക്കുകയും അതിനെ അടയാളപ്പെടുത്താൻ ശ്രമിക്കുകയും വായനയിൽ അടയാളപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ വിട്ടുകളയരുത് എന്ന് ആഗ്രഹിക്കുന്ന ചില നോവലുകളാണ് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ നിങ്ങളെല്ലാവരും വായനയിലേക്ക് വരിക. നമ്മുടെ വായന നമ്മുടെ എഴുത്തിനെ വളരെയധികം മെച്ചപ്പെടുത്തും. സ്വന്തമായിട്ടൊരു ഭാഷ, ഒരു ശൈലിയൊക്കെ രൂപപ്പെടുത്താൻ എഴുത്ത് കാരണമായിട്ട് തീരും. എൻ്റെ ബാല്യത്തിൽ ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളൊക്കെയാണ് എൻ്റെ എഴുത്തിനെ രൂപപ്പെടുത്തിയത്. കഥകൾ എഴുതാൻ തക്കമാണ് എന്നെ പ്രാപ്തയാക്കിയത് എൻ്റെ വായനയാണ്. തെസ്തുകോ കുറേനഗിയുടെ ടോട്ടോച്ചാൻ, ടോം സോയർ, ഒലിവർ ട്വിസ്റ്റ്, നന്ദനാരുടെ ഉണ്ണിക്കുട്ടൻ്റെ ലോകം, വികൃതിരാമൻ, ഒരുപാട് ചെറുപ്പത്തിൽ വായിച്ചിട്ടുള്ള ബാലസാഹിത്യ കൃതികളിൽ നിന്നാണ് വലിയ വായനകളിലേക്ക് കടക്കുകയും മലയാളത്തിൽ JRF കിട്ടാനൊക്കെ ഇടയായതും. അതുകൊണ്ട് തന്നെ അന്നത്തെ വായനയാണ് ഇന്നത്തെ എന്നെ രൂപപ്പെടുത്തിയത് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ വായിക്കുക, വായനയിൽ വളരുക. എല്ലാവർക്കും വായനാ ദിന ആശംസകൾ നേരുന്നു. കൂട്ടക്ഷരങ്ങളിലെ എഴുത്തിലെ പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും ഒന്നുകൂടി ഒരു പ്രത്യേകം സ്നേഹം, അതുപോലെ തന്നെ വായനാ ദിന ആശംസകൾ നേരുന്നു. വായിച്ചു വളരുക.